ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേയധികം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും എങ്ങനെ ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ചലഞ്ചിങ്, ഇതൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജനറൽ പേപ്പറിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത് എ ആണ്. ഇപ്പം പക്ഷേ LBSന്റെ സൈറ്റിൽ ആൻസർ കീ വന്നപ്പം അതിനകത്ത് കിടക്കുന്നത് ബി ആണ്. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് തെറ്റാണ്, എ ആണ് കറക്റ്റ് ആൻസർ. അതിനുള്ള വാലിഡ് പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പഠിച്ച ടെക്സ്റ്റുകളൊക്കെ അതിന് പ്രൂവ് ചെയ്യുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് മിസ്റ്റേക്കാണ്, 4 ഓപ്ഷനും അവിടെ കറക്റ്റ് അല്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻ നമ്മൾ മാറിപ്പോയതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം നമ്മൾ ബി എഴുതിയവർക്കൊക്കെ എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. അപ്പം ഇനി അത് ഓപ്ഷൻ നമ്മൾ ബി ആയിരുന്നു എഴുതിയിരുന്നത്, അത് പക്ഷേ വന്നിരുന്ന ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബി എഴുതിയവർക്കൊക്കെ കിട്ടും, ഡി എഴുതിയവരുടെയൊക്കെ മാർക്ക് പോകും. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മിസ്റ്റേക്ക് ആയിരുന്നു, അപ്പോൾ അത് ഡിലീറ്റഡ് ആവുക എന്ന് ഓർക്കാം. ഇപ്പം 120 നമുക്ക് എന്ത് വരുന്നത്? നമ്മളുടെ പേപ്പർ 1 വരുന്നത്. അപ്പോൾ അതിൽ 120 എന്നുള്ളത് 119 അഗ്രിഗേറ്റ് എത്രയായിട്ട് മാറും? 119 മാറും. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 42 മാർക്കാണെങ്കിൽ 42 ഡിവൈഡഡ് ബൈ 119 ഇൻറ്റു 100, അത്രയും ആണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരു മാറ്റം നമ്മളുടെ ആൻസറിൽ വരും. ഇനി അത് നമ്മൾ ഈ പറയുന്ന ചലഞ്ച് ചെയ്യുന്ന നമുക്ക് മാത്രമാണോ ഈ ഒരു ഫേവർ കിട്ടുന്നത്? അല്ല. ആരൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അവർക്കെല്ലാം നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എല്ലാവർക്കും ബാധകമാണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അഗ്രിഗേറ്റ് കുറയും. ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ മാർക്ക് കിട്ടും, അല്ലാതെ ഒരാൾക്ക് മാത്രം എന്നല്ല. ഇനി അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഏത് അഡ്രസ്സിലാണ് നമ്മൾ അയക്കേണ്ടത്? ഡയറക്ടർ, LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, പാളയം, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് നമ്മൾ അയക്കേണ്ടത്. ഇനി ഇവിടെ അയക്കേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നൊക്കെ നമ്മൾ റിസൾട്ട് അല്ല, നമ്മളുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്തതിന് ശേഷമുള്ള വിതിൻ 5 കലണ്ടർ ഡേയ്സിനുള്ളിലായിട്ട് ഈ നമ്മളുടെ കംപ്ലൈൻറ്റ് അവിടെ ചെന്നിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഇനി ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് വേണം? ഒരു വാലിഡ് പ്രൂഫ് വേണം. കൃത്യമായിട്ടൊരു വാലിഡ് ആയിട്ടുള്ളൊരു പ്രൂഫ് നമുക്ക് അവിടെ വേണം. അതില്ലെങ്കിൽ ഇതൊരിക്കലും അവർ അംഗീകരിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്, ഈ ഒരു ഫോമുണ്ട്, അത് കാണിക്കാം. ആ ഒരു ഫോമാറ്റും ദെൻ അതുപോലെ തന്നെ വാലിഡ് പ്രൂഫും ഇല്ലെങ്കിൽ ഇതൊരു കാരണവശാലും അംഗീകരിക്കത്തില്ല. അപ്പം എന്താണ് ഈ വാലിഡ് പ്രൂഫ് എന്ന് പറയുന്നത്? അതായത് വളരെ ഒഫീഷ്യലായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അംഗീകരിച്ചിട്ടുള്ള ബുക്സ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ്, അപ്പോൾ ഇന്ന പേജിലെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം, ഇന്ന പേജിലെ ഇന്ന എന്നുള്ള കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ആ ഒരു ബുക്കിലെ ആ ഒരു ഫോട്ടോസ്റ്റാറ്റ്, ദെൻ അതിൻ്റെ ഫ്രണ്ട് ഏത് ബുക്കാണെന്നറിയാം, അതിൻ്റെ ഫ്രണ്ടിലത്തെ പേജും കൂടെ വെച്ച് നമുക്കത് വാലിഡ് പ്രൂഫായിട്ട് കൊടുക്കാം. ഇനി അല്ല, നമ്മളുടെ കയ്യിൽ അങ്ങനെ ഒരു വാലിഡ് പ്രൂഫ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെബി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്കൊരു ടെക്സ്റ്റ് നമ്മുടെ കയ്യിലില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്സ് നമ്മുടെ കയ്യിലില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അവിടെ കയറി അതിനെ പ്രൂവ് ചെയ്യുന്ന ആ ഒരു ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് ആ വെബ്സൈറ്റ് അഡ്രസ്സും കൂടെ സ്പെസിഫൈ ചെയ്യുക. അത്രയും മതി നമുക്ക്. അത് വാലിഡ് പ്രൂഫ് തന്നെയാണ്. ഇതൊക്കെ മാർക്ക് കിട്ടിയിട്ടുള്ള ആ കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പ്രൂഫായിട്ട് തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാണ് നമ്മളുടെ ആ ഒരു ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ഫോമിലാണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ പേപ്പർ 1 കൃത്യമായിട്ട് പേപ്പർ 1 ആണോ 2 ആണോ എന്നുള്ളത് കാണിക്കുക. ദെൻ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കാണിക്കാം, വേർഷൻ കാണിക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ സ്പെസിഫൈ ചെയ്യണം. പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏതാണ് അത് കാണിക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ ചലഞ്ച് ചെയ്ത് നമ്മൾ വരേണ്ട ക്വസ്റ്റ്യൻ ഏതാണ് അത് നമ്മൾ കാണിക്കണം. ദെൻ അതിൻ്റെ റീസൺ നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണോ, ഓപ്ഷൻ ചേഞ്ച് ചെയ്തതാണോ, അപ്പോൾ എന്താണ് റീസൺ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതും നമ്മൾ കാണിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കണം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ പേപ്പർ 1 ആണോ 2 ആണോ, ബുക്ക്ലെറ്റ് നമ്പർ, വേർഷൻ, ക്വസ്റ്റ്യൻ നമ്പർ, ദെൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്, ചലഞ്ച് ചെയ്ത് വരേണ്ട ഏതാണ്, റീസൺ കാണിക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ അതിന് ഓരോന്നിനും ഇനി അവിടെ പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് 300 രൂപ വെച്ച് DD എടുക്കണം. അല്ലാതെ 300 രൂപയ്ക്ക് 35 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ക്വസ്റ്റ്യനും ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ DD എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവിടെയും നമുക്ക് ഈ പൈസ, അതായത് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് DD എടുത്ത് നമ്മളൊന്ന് അയച്ചു, അത് വളരെ കറക്റ്റായിട്ട് ഇത് LBS അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും.
റീഫണ്ട് ചെയ്ത് കിട്ടും. ആ റീഫണ്ട് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ നെയിം, റോൾ നമ്പർ കൊടുക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്, ദെൻ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പം ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വിട്ടുപോയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാനും നേരം അങ്ങനെ കൊടുത്തിട്ടുള്ളവരോട് അവർ തീർച്ചയായിട്ടും വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മളതിൻ്റെ നമ്മുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജൊക്കെ കൊടുത്താലൊക്കെ നടക്കും. ഇനി അതിനെയൊക്കെ നമ്മൾ പോകാതിരിക്കുക, നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക, ദെൻ ഒപ്പിടാനും മറക്കരുത്. അപ്പം ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി വേണമെങ്കിൽ ഞാൻ പറയുന്നതിന് കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്കൊന്നും കൂടെ ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു സമാധാനം നമുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലെറ്ററൊക്കെ എഴുതി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മൾ വാലിഡ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെയാണ്, വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിത് വാലിഡ് പ്രൂഫ് കൊടുത്തിരിക്കുന്നെങ്കിൽ ഒന്ന് വൃത്തിക്കൊന്ന് അവരോട് എഴുതി ഒന്ന് മനസ്സിലാക്കിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്ക് അവരോട് പറയാം, ഇങ്ങനെ ഇന്ന ക്വസ്റ്റ്യനിൽ ഇതിലാണ് മിസ്റ്റേക്ക് ഞാൻ കണ്ടിരിക്കുന്നത്, അപ്പം ഇന്ന വെബ്സൈറ്റിലനുസരിച്ച് ഈ വ്യത്യാസമുണ്ട്, അപ്പോൾ ഇന്ന ക്വസ്റ്റ്യനാണ്, ഇന്ന കാരണങ്ങളാണെന്നൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്നുകൂടെ നമുക്കൊരു മനസ്സിന് സമാധാനം, അവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആവും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ വേണമെങ്കിൽ വെക്കുന്നതിന് പ്രശ്നം ഇല്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ അടിയിലൊന്ന് ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം കൃത്യമായിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സ് ഓർക്കണം, അതിൻ്റെ ഫോമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം, ആ ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങൾ അതേപടി ഫില്ല് ചെയ്യണം. ഇനി വെള്ളിയാഴ്ചക്കുള്ളിലായിട്ട് ചെല്ലണം, വെള്ളിയാഴ്ച വൈകിട്ടത്തിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം, സാധനം ചെല്ലണം. അത് വലിയൊരു കാര്യമാണ്. ദെൻ നമ്മൾ ഓരോ ക്വസ്റ്റിനും 300 രൂപ വെച്ച് വേണം DD എടുക്കാനായിട്ട്. ഇനി DD എടുക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാഷണലൈസ്ഡ് ബാങ്ക് എല്ലാമാണ് DD എടുക്കേണ്ടത്. DD എടുക്കേണ്ട അഡ്രസ്സ് പറയുന്നത് ഡയറക്ടർ LBS സെൻറ്റർ പേബിൾ തിരുവനന്തപുരത്ത് മാറാവുന്ന രീതിയിലുള്ള DD ആയിരിക്കണം എടുക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് എടുക്കുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളുടെ ഹൈംസ് അക്കാഡമിയെ സംബന്ധിച്ചോളം അക്കാഡമിയുടെ സെറ്റിൻ്റെ കോച്ചിങ് നമ്മൾ മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ കൃത്യമായിട്ട് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾക്ക് ആപ്പിലൂടെ ലൈവ് റെക്കോർഡ് സെക്ഷൻസ് ആയിരിക്കും. അതിൻ്റെ നോട്ട് പ്രിൻ്റ് എടുക്കാൻ രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. ദെൻ അതിൻ്റെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും. ദെൻ അതിനുശേഷം നമ്മൾ അവസാനത്തെ 2 months നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം വീണ്ടും ലൈവായിട്ട് തന്നെ കവർ ചെയ്യും. അപ്പോൾ നല്ലൊരു റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 3 തവണ ഒരേ ടോപ്പിക്സിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കൊരു പഠനം നമുക്ക് നടത്താനായിട്ട് പറ്റും. ഈ മാർച്ച് 1 നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ ഈ 6 മാസത്തെ കോച്ചിങ്ങിലൂടെ നല്ലൊരു പെർസെൻറ്റേജ് നമ്മുടെ പേപ്പർ 1 സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഡൗട്ടും കൂടാതെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൂടുതലായിട്ട് ഇൻഫർമേഷൻ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.